അടുത്ത കാലത്തായി വാർത്തകൾ നിറയുകയാണ് സിബിൽ സ്കോറിനെ വലിയ കീറാമുട്ടിയായി കാണേണ്ടത്. സിബിൽ റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് ലോണൊക്കെ കിട്ടാൻ സിബിൽ റേറ്റിംഗ് ആവശ്യമാണ്. സിബിൽ റേറ്റിംഗ് കുറഞ്ഞാൽ ബാങ്ക് വായ്പ തരില്ല. സിബിൽ റേറ്റിംഗ് കൂടിയാലോ പലിശ നിരക്ക് കുറയും. സിബിൽ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ പ്രസക്തമാണ്. ഇടപാടുകാരുടെ താല്പര്യം സംരക്ഷിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ സിബിൽ റേറ്റിംഗ് വരുന്നത്. RBIയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. സ്വകാര്യ സ്ഥാപനങ്ങളെ സിബിൽ റേറ്റിംഗ് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും RBIയുടെ ഡയറക്റ്റ് നിയന്ത്രണത്തിലാണത്. കൃഷ്ണ ചെറിയാൻ ഈ ഒരു എക്സ്പ്ലെയിനറുമായി നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് സിബിൽ റേറ്റിംഗ്? എടാ അമലില്ലേ, ഒരു 25,000 രൂപ എന്നോട് കടം ചോദിച്ചു, എന്തോ അത്യാവശ്യത്തിനാ. എടാ നീ നല്ലോണം ആലോചിച്ചിട്ട് കൊടുത്താൽ മതിട്ടാ. കൊടുക്കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് പറയണത്. ഇതുപോലെ എൻ്റെ നിന്ന് കാശ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരാഴ്ചക്കകം തരാമെന്ന് പറഞ്ഞിട്ട് 2 മാസമായി പൊട്ടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. എന്നിട്ട് ഞാൻ പോയി അന്വേഷിച്ചു. അപ്പോൾ തോമസ് ഏട്ടൻ, അലീക്ക, കുറേ പേരുണ്ട്, അവർക്കൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ത്രിവേണി ചേച്ചിക്ക് അങ്ങോട്ട് പകുതി എമൗണ്ട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. അതെന്താ പറയുക, എൻ്റെ മെയിൻ പ്രശ്നം പുള്ളിക്ക് വരുമാനമില്ല. ഇപ്പം എല്ലാം വിറ്റുകാർക്ക് എന്തെങ്കിലും കൊടുക്കണം വെച്ചാൽ പുള്ളിക്ക് അതിനുള്ള ആസ്തിയില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ കൊടുക്കണ്ടല്ലേ? ഇത് തന്നെയാണ് സിബിലും ചെയ്യുന്നത്. നിങ്ങളൊരു ലോണിന് അപ്ലൈ ചെയ്യുന്നു, നിങ്ങൾക്ക് ലോൺ തരണോ വേണ്ടയോ എന്ന് ബാങ്കിങ്ങിന് കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുമ്പോൾ നിങ്ങൾ മുൻപ് ലോൺ എടുത്തിട്ടുണ്ടോ, ആ ലോൺ കൃത്യമായി തിരിച്ചടച്ചിട്ടുണ്ടോ, തിരിച്ചടവ് മുടങ്ങിയിട്ടുണ്ടോ, ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ കൃത്യമായാണോ ഉപയോഗിക്കുന്നത്, ഈ ലോൺ തിരിച്ചടയ്ക്കാനുള്ള ആസ്തി നിങ്ങൾക്കുണ്ടോ, ഇതൊക്കെ ഒരു സ്കോർ രൂപത്തിൽ തയ്യാറാക്കി സിബിൽ ബാങ്കുകൾക്ക് നൽകുന്നു. ആ സ്കോർ നോക്കിയതിനു ശേഷം നിങ്ങൾക്ക് വായ്പ തരണോ വേണ്ടയോ എന്ന് ബാങ്ക് തീരുമാനിക്കുന്നു. എന്താണ് സിബിൽ? സിബിൽ ഒരു ക്രെഡിറ്റ് ഇൻഫോർമേഷൻ കമ്പനിയാണ്. ഒരാളുടെ സാമ്പത്തിക ഉത്തരവാദിത്വവും അച്ചടക്കവും എങ്ങനെയാണെന്ന് സിബിൽ തയ്യാറാക്കുന്ന റിപ്പോർട്ടിലൂടെ അറിയാം. രാജ്യത്തെ 600 മില്യൺ ആളുകളുടെയും 32 മില്യൺ ബിസിനസ് സ്ഥാപനങ്ങളുടെയും വായ്പാ ഫയലുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് സിബിൽ ലിമിറ്റഡ്. ക്രെഡിറ്റ് സ്കോർ മികച്ചതാണെങ്കിൽ എന്താണ് പ്രയോജനം? വായ്പ പെട്ടെന്ന് ലഭിക്കും, കുറഞ്ഞ പലിശയിൽ ലോൺ കിട്ടും. മികച്ച സിബിൽ സ്കോർ ആണെങ്കിൽ പലിശ കുറയും. സിബിൽ മാത്രമാണോ ക്രെഡിറ്റ് ഇൻഫോർമേഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്? ക്രെഡിറ്റ് ഇൻഫോർമേഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് RBI ലൈസൻസ് നൽകിയിരിക്കുന്നത് 4 കമ്പനികൾക്കാണ്. സിബിൽ, എക്സ്പീരിയൻസ്, ഇക്വിഫാക്സ്, ഹൈമാർക്ക് എന്നിവയാണ് അവ. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും ജനപ്രിയമായ ക്രെഡിറ്റ് സ്കോർ സിബിലാണ്. സിബിൽ ഒരു ആശങ്കയാകാതെ വായ്പാ നടപടികൾ ലളിതവും വേഗത്തിലുമാക്കാൻ RBI ചില നടപടികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അറിയാമോ? അത്യാവശ്യത്തിനൊരു വായ്പ എടുക്കാൻ ചെല്ലുമ്പോൾ വില്ലനായി അവതരിക്കുന്നത് എന്തോ അതാണ് സിബിൽ സ്കോർ എന്നൊരു ധാരണയുണ്ട്. സിബിലിൽ തട്ടി പലർക്കും വായ്പ കിട്ടുന്നില്ലെന്ന പരാതികളുമുണ്ട്. ഇതൊഴിവാക്കാൻ സമൂലമായ ചില മാറ്റങ്ങളാണ് RBI കൊണ്ടുവരുന്നത്. ഇനി മുതൽ സിബിൽ സ്കോർ തത്സമയം അപ്ഡേറ്റ് ചെയ്യണമെന്ന് ബന്ധപ്പെട്ട ഏജൻസികൾക്ക് റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സിബിൽ സ്കോർ അപ്ഡേഷൻ വൈകുന്നത് മൂലം ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ പലർക്കും പ്രതിസന്ധി നേരിട്ടിരുന്നു. എല്ലാ ക്രെഡിറ്റ് ഏജൻസികളും തത്സമയ ഡേറ്റ റിപ്പോർട്ടിംഗിലേക്ക് മാറണമെന്ന് RBI വ്യക്തമാക്കിയിട്ടുണ്ട്. സിബിൽ സ്കോർ അപ്ഡേഷൻ ഇനി വൈകില്ല. ആർക്കൊക്കെ നീക്കം തുണയാകും? വാഹന വായ്പ, ഭവന വായ്പ, വ്യക്തിഗത വായ്പ എന്നിവ എടുക്കാൻ തയ്യാറെടുക്കുന്ന ആർക്കും തത്സമയ ക്രെഡിറ്റ് സ്കോർ അപ്ഡേഷൻ ഗുണം ചെയ്യും. ഒരു വായ്പ തീർത്ത് ഉടനടി മറ്റൊരെണ്ണം എടുക്കാനിരിക്കുന്നവർക്കും നിർദ്ദേശം സഹായകമാകും. RBI ജനുവരിയിൽ ഇറക്കിയ ഒരു സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, നമ്മുടെയൊക്കെ ക്രെഡിറ്റ് സ്കോർ ബാങ്കുകൾ പരിശോധിക്കുമ്പോൾ അത് നമ്മളെ അറിയിക്കണമെന്നതാണ്. മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ വഴി രജിസ്റ്റർ ചെയ്തവർക്കാണ് ഈ സൗകര്യം ലഭ്യമാകുന്നത്. SMS ആയോ ഇമെയിൽ വഴിയോ ഇത്തരത്തിൽ അറിയിപ്പ് നൽകണം. ഇനി ക്രെഡിറ്റ് സ്കോർ സംബന്ധിച്ച് പരാതി പരിഹരിക്കുന്നതിൽ കാലതാമസമുണ്ടായാലോ തക്ക നഷ്ടപരിഹാരം ഉപയോക്താവിന് നൽകണമെന്ന് RBI ഉത്തരവിലുണ്ട്. കാലതാമസം വരുന്ന ഓരോ ദിവസത്തിനും 100 രൂപ വീതം പരാതിക്കാരന് നൽകണം. ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടുത്താൻ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ കൃത്യസമയത്ത് തിരിച്ചടയ്ക്കുക. വായ്പാ EMIകളിൽ മുടക്കം വരുത്തരുത്. ഒരേ സമയം ഒന്നിലധികം വായ്പകൾക്ക് അപേക്ഷിക്കരുത്. ക്ലോസ് ചെയ്ത ലോണുകളുടെ തിരിച്ചടവ് പൂർത്തിയാക്കിയെന്ന സർട്ടിഫിക്കറ്റ് ഉറപ്പായും വാങ്ങണം. കിട്ടുന്ന വായ്പ വിവേകത്തോടെ ചെലവഴിക്കുക. സിബിലിനെ പേടിക്കാതെ വായ്പ എടുക്കാനും ജീവിത നിലവാരം മികച്ചതാക്കാനുമുള്ള നിർദ്ദേശങ്ങളാണ് റിസർവ് ബാങ്ക് നൽകിയിരിക്കുന്നത്. അവ പ്രാവർത്തികമാക്കുന്നതോടെ കാര്യങ്ങൾ മെച്ചപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, സിബിൽ റേറ്റിംഗിനെ കുറിച്ച് വളരെ വറീഡാകേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ബാങ്കിങ് സംവിധാനം നേരാവണ്ണം പ്രവർത്തിക്കണമെങ്കിൽ ഇത്തരമൊരു റേറ്റിംഗ് സംവിധാനം ആവശ്യമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് സിബിൽ പ്രവർത്തിക്കുന്നത്. സിബിൽ നമ്മൾ കയറിയാൽ നമുക്ക് നല്ല റേറ്റിംഗ് അതിലുണ്ടെങ്കിൽ നമുക്ക് ലോൺ കിട്ടാനും ഒക്കെ എളുപ്പമാണ്. ഇതൊരു ബാങ്കിൻ്റെ മാനദണ്ഡം എന്നുള്ളതാണ്. സിബിൽ റേറ്റിങ്ങിനെ വിമർശിക്കുന്ന ആളുകൾ മറ്റെന്തോ താല്പര്യത്തിൽ പ്രവർത്തിക്കുന്നു എന്നാണ് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത്.